ഇത് 2022 മോഡൽ സിംഗിൾ ഓണർ 4x4 ഓട്ടോമാറ്റിക് സിഗ്മ 4 ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പിന്റെ ടോപ്പിന്റെ പുതിയ പേപ്പർ എടുത്തിട്ട് കേരളത്തിൽ എവിടെ നമ്പർ ആക്കിയിട്ട് നമുക്ക് 7,60,000 കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഒരു 1,85 കൊടുക്കാം. 1,85 2010 വണ്ടി പേപ്പർ എടുത്ത വണ്ടി. ഓക്കെ 2007 മോഡലാണ്, വി ഓപ്ഷൻ ആണ്. 2,60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് തരാം. ഇത് XS4 1,80 കൊടുക്കാം. 2011 വണ്ടി. സുന്ദരന്മാരായ 3 ഒരേ കളറുള്ള സിൽക്കി ഗോൾഡ് നമ്മളെടുത്ത് എല്ലാ മാസവും നമ്മൾ വീഡിയോ ചെയ്യാറുള്ള നമ്മുടെ PMA കാർസിലാണ് ഇന്നും വന്നിട്ടുള്ളത്. PMA കാർസിൽ ഇപ്രാവശ്യം നിങ്ങൾക്ക് തരാൻ വേണ്ടി നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാടധികം ടൊയോട്ടയുടെ വണ്ടികളുണ്ട്. അതുപോലെ തന്നെ പുത്തൻ പുതിയ ഫോർച്യൂണറൊക്കെ ഉണ്ട്. അതിന് പുറമെ നിങ്ങൾക്ക് കുറച്ച് വില കുറഞ്ഞ വണ്ടികൾ വേണമെങ്കിൽ ഇവിടെ എക്സ്ചേഞ്ച് വരുന്ന ഒരുപാട് ചെറുവണ്ടികൾ വേറെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇന്നോവ വേണമെങ്കിൽ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ ഫോർച്യൂണറും ഇന്നോവയും ക്രിസ്റ്റയൊക്കെ തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവല്. അപ്പോൾ എന്തായാലും ഇവിടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലാണ്, മൊറയൂരാണ്, കോഴിക്കോട് പാലക്കാട് നാഷണൽ ഹൈവേയിലാണ് കേട്ടോ. ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾ ഏത് ഷോറൂമിൽ ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നിങ്ങൾ നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. പിന്നെ എന്താ പറയുക, അത്യാവശ്യം ക്വാളിറ്റിയുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ ഈ യൂസൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, വില കുറച്ച് വണ്ടി കിട്ടും, നല്ല ക്വാളിറ്റികളാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം, ഒരുപാട് വണ്ടികൾ ഉള്ളിടത്ത് പോയി നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് ഈ നിരന്ന് കിടക്കുന്നത് മുഴുവൻ കാണിച്ചു തരാം. വേറെ കുറേ വണ്ടികളുണ്ട്, കൂടുതലൊന്നും പറയുന്നില്ല, മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ എന്തായാലും നമ്മുടെ PMA കാർസിൽ ഈ ഒരു എപ്പിസോഡിൽ ഇപ്രാവശ്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരുപാട് വണ്ടികളുണ്ട്. ആസ് യൂഷ്വൽ ഇവിടെ ഉണ്ടാവുന്ന പോലെ തന്നെയുള്ള കുറേ ഫോർച്യൂണർ അതും ഇതൊക്കെ ഉണ്ട്. അനുവർക്ക നല്ല അടിപൊളി വണ്ടികളുണ്ടല്ലേ, കുറേ നല്ല ക്വാളിറ്റി വണ്ടികൾ. ഇതൊക്കെ 2022 മോഡൽ വണ്ടികളൊക്കെയാണ്. അതെ, അതായത് ഇപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നതിനാക്കും കാര്യമായ പണിയുള്ള വണ്ടികൾ, പണികൾ നമ്മളുള്ള പോലെ പറഞ്ഞിട്ട് കൊടുക്കും. കുറച്ച് ചെറു വണ്ടികളാണ്, പിന്നെ കുറച്ച് കുറഞ്ഞുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം വില കുറച്ച് കൊടുക്കണ്ടോ, മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യും. മഴക്കാലമൊക്കെയാണ്, കഷ്ടപ്പാടൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും തുടങ്ങാം നമുക്ക്. ഇതിപ്പോൾ ഏതാ മോഡൽ ഫോർച്യൂണർ? ഇത് 2022 മോഡൽ സിംഗിൾ ഓണർ 4x4 ഓട്ടോമാറ്റിക് സിഗ്മ 4 ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പിന്റെ സാധനം, ടോപ്പിന്റെ മോഡൽ. അതായത് 22 മോഡലിനും കൂടി ആലോചിക്കണം. അതെ, ഒറിജിനൽ ഇതാണ് കേട്ടോ, KL7 രജിസ്ട്രേഷൻ, ഒറിജിനൽ കേരള, ഫാൻസി നമ്പർ ഒക്കെ ഉണ്ട്. ഇത് പുതിയ ഏകദേശം എനിക്ക് തോന്നുന്നു 55 ലക്ഷം 54 ലക്ഷം വരെ ഉണ്ട് വിലയുണ്ട്. ഏകദേശം കറക്റ്റ് അറിയില്ല, ഏകദേശം ആ റേറ്റ് വരുന്നുണ്ട്. അതെ, ഇതിപ്പോ നമുക്ക് റേറ്റ് എത്ര വരും? ഇത് നമ്മള് 39.5 ലക്ഷമാണ് ആസ്ക് ചെയ്യുന്നത്. 39,50,000 രൂപ. അതെ, ഒറിജിനൽ കേരളയാണ്. കിലോമീറ്ററോ? സിംഗിൾ ഓണർ 90,000 കിലോമീറ്റർ. എത്ര ഓടിയിട്ടുള്ളൂ അല്ലേ? അപാകതൊന്നുമില്ല, വിത്ത് സർവീസ് റെക്കോർഡ്, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, 39,50,000 രൂപ എന്ന് പറയുമ്പോൾ അത് നെഗോഷ്യബിളും കൂടിയാണ്. അതെ, എന്തെങ്കിലുമൊക്കെ കുറച്ചും തരും. അടുത്തായിട്ട് സെയിം സാധനം, കുറച്ച് പഴയ മോഡൽ. ഇത് 2017 മോഡൽ 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ആണ്. 17 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്. ആ ഒരു ഫേസ് ലിഫ്റ്റിംഗ് കൂടെ ചെയ്ത സാധനം ഒരേപോലെ. അതെ അതെ. പിന്നെ ഇത് എന്തോ ആക്സിഡന്റ് ഉണ്ടോ? ഇത് ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, ഫ്രണ്ട് ഗ്ലാസ് അടക്കം ഒറിജിനൽ ആണ്. ഓക്കെ, പിന്നെ കിലോമീറ്ററോ? ഇത് 1,35,000 ലോ കിലോമീറ്റർ വണ്ടിയാണ്. അതെ അല്ലേ? ഓക്കെ, എന്ത് വില വരുന്നുണ്ട്? ഇത് നമുക്ക് 21,40,000 അല്ല, HR രജിസ്ട്രേഷൻ. ഓ സോറി, കേരളത്തിൽ എവിടെയൊക്കെ NOC എടുത്ത് കൊടുക്കുക 21,40,000 ലോ കിലോമീറ്റർ ആണ്. റീപ്ലേസ് 21,40 ഒരു 3.5 രൂപ പേപ്പർ ആക്കാൻ 3,20,000 വരും അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, ആ ഒരു പൈസ എക്സ്ട്രാ കാണണം. അത്യാവശ്യം മോശമില്ലാത്ത ക്വാളിറ്റിയുള്ള വണ്ടിയാണ്, നല്ല ക്വാളിറ്റിയിൽ, റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത 1,30,000 സിംഗിൾ ഓണർ വിത്ത് സർവീസ് റെക്കോർഡ്. അടിപൊളി. സെയിം സാധനം ഓൾറെഡി ഉണ്ടല്ലോ, സെയിം സാധനം സെയിം മോഡലാണ്. പക്ഷേ ഇത് 2.5 ലക്ഷം കിലോമീറ്റർ, 2,40,000 കിലോമീറ്റർ ഓടി, കുറച്ച് കൂടുതൽ ഓടിയിട്ടുണ്ട്. അതിനുള്ള റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരും ചെയ്യും. ഇത് എന്തോ റീപ്ലേസ് ഉണ്ടോ? ഇത് റീപ്ലേസ് ഇല്ല, 2,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് പൊട്ടുണ്ട്, അത് നമ്മൾ മാറ്റി കൊടുക്കും. പൊട്ടെന്ന് പറഞ്ഞാൽ ചെറിയൊരു ക്രാക്ക് ഉണ്ട്, അത് നമ്മൾ മാറ്റി കൊടുക്കും. ശരി, അത് മാറ്റണമെങ്കിൽ മാറ്റിയാൽ മതി. ഉള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് തന്നെ കൊടുക്കും. വേറെ അപാകത്തൊന്നുമില്ല, വേറെ മേജർ ആയിട്ടുള്ളതൊന്നുമില്ല. നമുക്ക് എന്താ വില? ഇത് നമുക്ക് ഒരു 18 വിത്ത് NOC കൊടുക്കാം. ഒരു 22 23 റുപ്യ ഉണ്ടായ നമ്പർ ആക്കി കൊടുക്കും, 22 നമ്പർ ആക്കി കൊടുക്കും. ഓക്കെ, കിലോമീറ്റർ കുറച്ച് ഓടിയപ്പോൾ നല്ലൊരു പൈസ അല്ലേ? അതെ, മോശമൊന്നുമില്ല, വണ്ടി അത്യാവശ്യം നീറ്റാണ്. അടുത്ത ലെജൻഡർ ആക്കിയതാണോ? ഇത് 2000 ലെജൻഡർ ആക്കി, 2018 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്, ഒറിജിനൽ കേരള, സെക്കൻഡ് ഓണർ. അടിപൊളി, ഒറിജിനൽ കേരളയാണ്. 18 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്, അതായത് ഈ സെയിം സാധനം തന്നെയാണ്, പക്ഷേ അത് ലെജൻഡർ കൺവേർട്ട് ചെയ്ത് വണ്ടിയാണ്. കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ 1,40,000 കിലോമീറ്റർ. ജെനുവിനായിരിക്കും അല്ലേ? ജെനുവിനാണ്. വിലയോ? വില നമ്മൾ 26 ലക്ഷം രൂപ കൊടുക്കും. ഓക്കെ, ഒറിജിനൽ കേരള എന്ന് ആലോചിക്കണം, 26 ലക്ഷം രൂപയ്ക്ക്. അതുപോലെ തന്നെ ഇതോ? ഇത് റയർ പീസാണ്, 2015 മോഡൽ 4x4 ഓട്ടോമാറ്റിക്. 4x4 ഓട്ടോമാറ്റിക്, അത് കാണാത്തൊരു സാധനം. അതെ അതെ. ഇന്ത്യയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ, ഇന്ത്യയിലൊക്കെ അത്യാവശ്യം മോശമൊന്നുമില്ല, നല്ല നീറ്റാണ്. അപാകതകളായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? മേജർ ആയിട്ടുള്ളൊന്നുമില്ല. പിന്നെ 4x4 ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ പരിപാടിക്കും നടക്കും. അതെ, മല കയറ കുന്നും കയറ ഓട്ടോമാറ്റിക് ആണ്. മഴക്കാലം ആകുമ്പോൾ ഇതൊക്കെ തന്നെയാണ് എടുക്കുന്നത് ഏറ്റവും നല്ലത്, അതാകുമ്പോൾ പിന്നെ പേടിക്കണ്ട. അതെ, നമുക്ക് എന്താ റേറ്റ്? ഇത് നമ്മള് വിത്ത് NOCയിൽ 12,25,000 ചോദിക്കണേ. 12,25 അല്ലേ? നമ്പർ ആക്കിയിട്ട് 14,000 കൊടുക്കാം നമുക്ക്. നമ്പർ ആക്കിയിട്ട് 14,50,000 രൂപയ്ക്ക് 2015 4x4 ഓട്ടോമാറ്റിക് കൊടുക്കാം. അതേപോലെ തന്നെ നല്ല പണിയെടുത്തിട്ട് വേണ്ടിയിട്ടുണ്ടല്ലോ. ഇത് 2013, ഏകദേശം ഒരു 2 ലക്ഷത്തോളം ഫിറ്റിംഗ്സ് കയറ്റിയ വണ്ടിയാണ്. അതെ, 13 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്, ബ്ലാക്ക് കളറിലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. നല്ല വൃത്തിയുണ്ട് കേട്ടോ. TRD അതും എല്ലാ ഫിറ്റിംഗ്സും ഒക്കെ ചെയ്ത വണ്ടിയാണ്. റീപ്ലേസ് ഉണ്ടോ?
റീപ്ലേസ് ഉണ്ട്, ഫ്രണ്ട് ഗ്ലാസ് ബോണറ്റ് ഒക്കെ റീപ്ലേസ് ഉണ്ട്. കിലോമീറ്ററോ? കിലോമീറ്റർ 150 ഓടിയുണ്ട്. ഇതിനായിരിക്കാൻ സാധ്യത ഇല്ല അല്ലേ? സാധ്യതയില്ല, ചിലപ്പോൾ ആയിക്കോളാൻ സാധ്യതയില്ല. പ്രൈവറ്റ് വണ്ടിയാണ്, ടാക്സിയുടെ വണ്ടിയൊന്നുമല്ല. എന്താ നമുക്ക് വില? ഇത് നമ്മൾ 11.25 ചോദിക്കണം, ചെറുതായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. NOC-യിലല്ലോ, നമ്പറിൽ കേരള നമ്പർ ഓൾറെഡി ആയ വണ്ടിയാണ്. ശരി, 11,70,000 രൂപ അല്ലേ? ഇനി ഇതാണെങ്കിലോ? ഇത് 2010 4x4 മാനുവൽ. 4x4 മാനുവൽ 10 ആണ്. 2030 വരെ പേപ്പർ എടുത്തിട്ട്, പുതിയ പേപ്പർ എടുത്തിട്ട് കേരളത്തിൽ എവിടെ നമ്പർ ആക്കിയിട്ട് നമുക്ക് 7,60,000 കൊടുക്കാൻ പറ്റും. 7,60 ഒരു ഫോർച്യൂണർ ആട്ടോ കിട്ടുന്നത്. അതെ, അതും 4 വീൽ ഡ്രൈവ് ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2010 മോഡൽ ജീപ്പിന് കൊടുക്കണം 6 ലക്ഷം. അതെ, 4 വീലിന് 4 വീൽ റേറ്റ് ഉണ്ട്. അതെ, ആ സംഭവത്താണ് നിങ്ങൾക്ക് 4 വീൽ അതേ ഉപയോഗമൊക്കെ നടക്കുന്ന ഒരു സാധനം ഇവിടെ കിട്ടുന്നത് കേട്ടോ. പിന്നെ ഇതോ? ഇത് 2010 വീഡിയോ പുതിയ പേപ്പർ എടുത്ത 2030 വരെ പേപ്പർ എടുത്ത വണ്ടിയാണ്. ഇത് നമുക്കൊരു 1.85 കൊടുക്കാം. 1.85 2010 വണ്ടി, പേപ്പർ എടുത്ത വണ്ടി. അതെ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2011 ന്യൂ ഷേപ്പിൽ VL ബട്ടൺ ഷാർട്ട്, സീറ്റിൽ വെന്റിലേഷൻ, പെട്രോൾ VL ഓട്ടോമാറ്റിക് അല്ലേ? ഉള്ളൂ അല്ലേ ഓട്ടോമാറ്റിക്? കീലെസ് എൻട്രി ഉള്ള വണ്ടിയാണ്. ഇത് നമുക്ക് 3,40,000 വിത്ത് കേരള നമ്പർ പുതിയ പേപ്പർ എടുത്തിട്ട് കൊടുക്കും. 3.40. അതെ, അതും എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആവില്ലേ? ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം. ശരി, ഇതോ? ഇത് 2016-17 രജിസ്ട്രേഷന്. TUV T8 ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. 16-17 വണ്ടിയാണ്. അത് ഓട്ടോമാറ്റിക് ആണ്. അതെ അതെ. എന്താ വില? ഇത് നമുക്ക് പിന്നെ ഒറിജിനൽ കേരളമാണ്, സിംഗിൾ ഓണർ ആണ്. ഇത് നമ്മൾ 4,40,000 കൊടുക്കും. 4.40 അല്ലേ? അതെ. ഓക്കെ, എന്തെങ്കിലും ചെറിയ രീതിയിൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതോ? ഇത് 2013 ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 13 ഒറിജിനൽ കേരളയാണ്, ഡീസൽ മാനുവൽ. അടിപൊളി. ഈ സാധനമൊക്കെ അങ്ങനെ ഒറിജിനൽ കേരള കാണൽ വളരെ കുറവാണ്. ഇത് നമുക്ക് ഒരു 4,60,000 കൊടുക്കാം. 4.60. അതെ, 13 മോഡലിന് ആലോചിക്കണം. അതുകൊണ്ടാണ് റേറ്റിൽ കുറച്ച് മാറ്റം വരുന്നത്. ഒരു 22 കിലോമീറ്റർ മൈലേജും കിട്ടും. അതാണ്. പിന്നെ ഈ കാണിച്ച വണ്ടികളിലൊക്കെ ഏത് വണ്ടിയിൽ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് എന്ത് വേണം ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് അയച്ചാൽ മതി, നമ്മളെ കാറ്റലോഗ് വരും, അയച്ചു കൊടുക്കാം അല്ലേ? അതെ അതെ. അപ്പൊ ഇതാ ഇവിടെ വേറെ കുറെ ചെറുവണ്ടികളുണ്ടല്ലോ അല്ലേ? അപ്പൊ ഓട്ടോമാറ്റിക്കലി കിഡ് ക്ലൈംബർ വേണമെങ്കിൽ ഏതാ മോഡല്? ഇത് 2018 സെക്കൻഡ് ഓണർ, 1,30,000 രൂപയുടെ പെട്രോൾ ഓട്ടോമാറ്റിക് RXT ഓപ്ഷൻ ആണ് വണ്ടി. അതെ, പെട്രോൾ ഓട്ടോമാറ്റിക്കേ ഉള്ളൂ ഇതിന്. അതെ. ഇതിപ്പോ നമുക്ക് എന്താ വില? ഇത് നമുക്ക് 2,65,000 കൊടുക്കാം. 2.65 2018 വണ്ടി അല്ലേ? അത് കൊടുക്കാനുള്ള മറ്റേ TN വണ്ടിയാണ്. 2017 ഒറിജിനൽ കേരള, ഒറിജിനൽ TN സിംഗിൾ ഓണർ വണ്ടിയാണ്. ഒറിജിനൽ TN. അതെ. പിന്നെ അത് നമുക്ക് എന്താ റേറ്റ്? ഇത് നമുക്ക് 2.5 രൂപ കൊടുക്കാം. തമിഴ്നാട് വണ്ടിയാണ്. അത് പേപ്പർ ആക്കണമെങ്കിൽ നിങ്ങൾ ആക്കേണ്ടി വരും അല്ലേ? അതെ അതെ, തമിഴ്നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ പറ്റും. അതെ. ഇനി ഇതോ? ഇത് 2007 V ആണ്. ഇത് നമുക്ക് 2.60 കൊടുക്കാം. ഓക്കെ, 2007 മോഡലാണ്, V ഓപ്ഷൻ ആണ്. 2,60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് തരാം. ഈ പഴയ മോഡൽ വണ്ടികൾക്കൊന്നും ഗ്യാരണ്ടി വാറണ്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലോണം ചെക്ക് ചെയ്ത് എടുത്തോളാം. അതെ അതെ. പിന്നെ വർത്താനം പണ്ട് കാര്യമില്ല. ഇതാണെങ്കിലോ? ഇത് 2012 ഓട്ടോമാറ്റിക് ആണ്. ഇത് ഒരു 1.25 രൂപ കൊടുക്കും. 1,70,000 രൂപയ്ക്ക് 2012 ഓട്ടോമാറ്റിക് അല്ലേ? CVT വരുന്ന വണ്ടി. ഇത് 2011 മാനുവൽ പെട്രോൾ. ഇത് നമുക്ക് ഒരു 1,50,000 കൊടുക്കും. 1.5 ലക്ഷം രൂപയ്ക്ക് 11 മാനുവൽ പെട്രോൾ അല്ലേ? അതെ അതെ. കിലോമീറ്റർ എത്രയായിരിക്കും അറിയോ? കിലോമീറ്റർ കുറച്ച് ഓടിയിട്ടുള്ളത്. ഡോക്ടർ വണ്ടിയാണ്. ഡോക്ടർ തന്നെയാണ് ഇവിടെ കൊണ്ടുവച്ച പാർക്കാൻ സൈഡിലിട്ട വണ്ടിയാണ്. അതെ, ഒന്നിന്റെ അടുത്തൊക്കെ എന്തായാലും ഓടിയിട്ടുണ്ടാവും. ഇതാണെങ്കിലോ? ഇത് XS4 1.80 കൊടുക്കാം. 2011 വണ്ടി. XS4 1.80 11 മോഡൽ. അത് ഡീസൽ പെട്രോളോ? അത് ഡീസൽ അല്ലേ? നല്ല മൈലേജ് കിട്ടും കേട്ടോ. സ്വിഫ്റ്റിന്റെ സെയിം എഞ്ചിനാണ്. അതെ അതെ. ഇതാണെങ്കിലോ? ഇത് 2010 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക്. പുതിയ പേപ്പർ എടുത്തിട്ട് നമുക്ക് 3,40,000 കൊടുക്കും. 3.40 പുത്തൻ പേപ്പറോട് കൂടിയിട്ട് പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി എടുക്കാം. അതെ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇതും 2010 തന്നെയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് 3.40 കൊടുക്കാം. 3.40 അല്ലേ? സെയിം സാധനം അല്ലേ? അതെ അതെ. നിങ്ങളടുത്താണ് ഞാൻ ഈ സാധനം ആകെ ഇങ്ങനെ കാണുള്ളൂ ഇടയ്ക്കിടയ്ക്ക്. സണ്ണി ആണെങ്കിലോ? ഇത് 2016 മോഡൽ 17 രജിസ്ട്രേഷന് സെക്കൻഡ് ഓണർ നമ്പർ ആയ വണ്ടിയാണ്. നമ്പർ ആയതാണ്. ഒരു 20-24 കിലോമീറ്റർ മൈലേജിന് ഡീസൽ വണ്ടിയാണ്. 2,90,000 കൊടുക്കും. 2.90 14 വണ്ടി അല്ലേ? അതെ അതെ. 17 വണ്ടി. 16-17 രജിസ്ട്രേഷൻ. അതും ഡീസലാണ് കേട്ടോ. ഡീസൽ. ഇനി എറ്റിയോസോ? ഇത് 2012 വണ്ടി. നമുക്ക് 2.90 2.85 കൊടുക്കണം. അതായത് 12 മോഡൽ എറ്റിയോസ് GL. പിന്നെ ഡീസൽ അല്ലേ? ഡീസൽ. എന്താ വില? 2.90 അല്ലേ? ഓക്കെ ഓക്കെ. ഇതാണെങ്കിൽ അൾട്ടീസ് നല്ല 2014 വണ്ടി. നല്ല ഒരുപാട് ഫിറ്റിംഗ്സ് ഒക്കെ കയറ്റിയ കേരളത്തിലേക്ക് നമ്പറായ ഡീസൽ മാനുവൽ വണ്ടിയാണ്. അതായത് 14 ആണ് അല്ലേ? അതെ അതെ. ഇത് ഒരു പ്രീമിയം സാധനം തന്നെ കേട്ടോ. അടിപൊളി അലൈവില് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ അതെ. ഇന്റീരിയർ ആണെങ്കിലും നല്ല നീറ്റാണ്. ഇത് നമുക്കൊരു 5,10,000 കൊടുക്കാം. 5.10. അതെ. ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആവൂലേ? ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. 14 മോഡലേ ഉള്ളൂ എങ്കിലും ഇത് മൈലേജ് കൊണ്ടും എല്ലാം കൊണ്ടും അടിപൊളി. എല്ലാം ഉണ്ട്. യാത്ര സുഖം, കംഫർട്ട് കാര്യങ്ങൾ, നല്ല സ്പേസ് ഉള്ള വണ്ടിയാണ്. ഒന്നും പറയാൻ. ഒരു 20-22 കിലോമീറ്റർ മൈലേജ്. മേജർ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് മേജർ ആയിട്ടുള്ള ഒന്നുമില്ല. അടുത്തത് സുന്ദരന്മാരായ 3 ഒരേ കളറുള്ള സിൽക്കി ഗോൾഡ്. നമ്മളടുത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള കളറാണ്. ഈ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്ത് സിൽക്കി ഗോൾഡ് വണ്ടികൾ. അതായത് മുഴുവൻ പണിയെടുപ്പിച്ചാട്ടോ. മുതൽ എല്ലാം മാറി. അതായത് 3 ഒരുപോലെ കിടക്കുന്നുണ്ട്.
ഇതിപ്പോ ഏതാ മോഡല്? ഇത് 2011 മോഡല്. 2031 വരെ പേപ്പറൊക്കെ എടുത്തിട്ട് നമുക്ക് 6,10,000 കൊടുക്കാം. 6,10 ഈ കണ്ടീഷൻ. ഇത് 19 അല്ല, 15, 16 അല്ലെന്ന് ആരും പറയില്ല. അതെ അതെ, ആ കണ്ടീഷനിൽ വൃത്തിയാക്കിയിട്ട് 6,10 അല്ലേ? അതെ. ഇതോ? ഇത് 2012 V ആണ്. 12V. അതെ. 7,10,000 കൊടുക്കാം. 7,10 12V എടുക്കാം കേട്ടോ. അതെ അതെ. അതുപോലെ തന്നെ ഇതോ? ഇത് 2014 V ആണ്. 8,25,000 കൊടുക്കാം. 8,25. അതെ. ഇത് ഓണർഷിപ്പ് ഒക്കെ എത്രയായിരിക്കും? ഇത് സെക്കൻഡ് ഓണർ. അതെ. ഇത് സിംഗിൾ ഓണർ. ഇത് പിന്നെ റിയൽ അല്ലോ? ഒക്കെ റീ വണ്ടികൾ. എല്ലാം റിയാണ് അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് ചെറിയ പൈസ കൊടുക്കാം നമുക്ക്. ടൈപ്പ് 4 ഒക്കെ ആക്കാനുള്ള ആൾക്ക് 2010 V ആണ്. പുതിയ പേപ്പറൊക്കെ എടുത്തിട്ട് നമുക്ക് ഒരു 4,15,000 കൊടുക്കാം. 4,15 അല്ലേ? അതെ അതെ. 10V ആട്ടോ. അതെ. ഇനി ഇതാണെങ്കിലോ ക്രിസ്റ്റ? ഇത് 2016 Z ഓട്ടോമാറ്റിക് ആണ്. ബോണറ്റ് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. അതിന് നല്ല ഓഫർ പ്രൈസ് കൊടുക്കാം. 13,60,000 കൊടുക്കാം. ഫുൾ ലോണിൽ. 13,60 ഫുൾ ലോണ്. അടിപൊളി. അത് കിലോമീറ്റർ അറിയോ? കിലോമീറ്റർ 1,70,000 ഓടി. ഓക്കെ, മോശമൊന്നുമില്ല, വണ്ടി നീറ്റാണ്. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് നല്ലൊരു ക്വാളിറ്റി വണ്ടി. 18 മോഡൽ Z ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് 18 അല്ലേ? അതെ അതെ. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 17,60 കൊടുക്കാം. 17,60 പേപ്പർ ആക്കിയിട്ടല്ലേ? നമ്പർ ഓൾറെഡി കേരള നമ്പർ ആയതാണല്ലോ. ഓക്കെ. അപ്പോൾ എന്തായാലും സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് നിങ്ങൾ മാക്സിമം വില പറയാനുള്ള കുറച്ച് കൊടുക്കൂലേ? മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അല്ലേ? ഇതൊന്നും മിസ് ചെയ്യണ്ട കേട്ടോ. ഈ കിടക്കുന്ന 3 അടിപൊളി കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പാർക്കിൽ വേണേ നോക്കിക്കോ. ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ, മിസ് ചെയ്യണ്ട. പിന്നെ അതാ ചെറുവണ്ടികൾക്കാണെങ്കിലും എക്സ്ചേഞ്ച് ആണെങ്കിലും പരിപാടികളെല്ലാം ഇവിടെ നടക്കും കേട്ടോ. നിങ്ങൾ നമ്മുടെ ആൾക്കാർ വരുമ്പോഴേ അപ്പോൾ എന്തായാലും ഒറ്റ കാര്യം പറയാനുള്ളൂ, ഈ പഴയ മോഡൽ വണ്ടികളൊക്കെ എടുക്കുന്ന സമയത്ത് മാത്രം നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്യാം. ഈ ചെറിയ വണ്ടികളൊക്കെ ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം നല്ല 15 വണ്ടിന്റെ താഴെയുള്ള വണ്ടികൾ നമ്മൾ വലിയ ഗ്യാരണ്ടി നമുക്ക് അറിയുന്ന കാര്യങ്ങൾ റീപ്ലേസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കും, ഉള്ളതുപോലെ പറഞ്ഞു തരുള്ളൂ. അപ്പോൾ എന്തായാലും ഒറ്റ കാര്യം നോക്കിയാൽ മതി. നല്ല വണ്ടികൾ വേണമെങ്കിൽ വരിക, വന്ന് ചെക്ക് ചെയ്താൽ അത്യാവശ്യം കൊള്ളാവുന്ന നല്ല വില കുറച്ച് കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ജസ്റ്റ് ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞു കൊടുത്തേക്ക്. മലപ്പുറം കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ മൊറയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതെ അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണം. അടുത്തൊരു കിടിലം വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.